ഹായ് ജെയ്മെയിൻ 2026 ജാനുവരി 28 ഷിഫ്റ്റ് 1-ലെ ഒരു ക്വസ്റ്റനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ ഈസ് 16 മൈക്രോ ടെസ്ല. The magnetic field at a distance x equal to root 3r on its axis from the center is dash microtesla. അപ്പോൾ a question from moving charges and magnetism വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സർക്കുലർ ലൂപ്പിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ എന്താ? അപ്പോൾ ബി സെന്റർ ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2r. μ0 I ഡിവൈഡഡ് ബൈ 2r. ഇതാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര തന്നത്? 16 മൈക്രോ ടെസ്ല എന്ന് തന്നിട്ടുള്ളത്. ഇനി സർക്കുലർ ലൂപ്പിന്റെ ആക്സിസിൽ സർട്ടൻ ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, അപ്പോൾ ബി ആക്സിസ് ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ni. ഇവിടെ ഒരു ലൂപ്പ് ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അത് കൺസേൺ ആവണ്ട. μ0 I r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into r സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? യെസ്. അതിൽ എക്സിന്റെ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore that is equal to μ0 I r സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2 into നോക്കൂ, എക്സ് എന്ന് പറഞ്ഞ √3r ആണ്. അപ്പോൾ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? 3r സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? 3r സ്ക്വയർ. അപ്പോൾ r സ്ക്വയർ പ്ലസ് 3r സ്ക്വയർ ഹോൾ റേസ് ടു 3/2. that is equal to μ0 I r സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ, നോക്കൂ ഇവിടെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 4r സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ എന്താ കിട്ടുക? 2r. 4r സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ 2r. അപ്പൊ 2r ഹോൾ ക്യൂബ് എന്നല്ല ഉണ്ടാവുക, 2r ഹോൾ ക്യൂബ്. യെസ്, 2r ഹോൾ ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനലി μ0 I r സ്ക്വയർ ഡിവൈഡഡ് ബൈ 16r ക്യൂബ് എന്ന് കിട്ടും. 16r ക്യൂബ്. ഇനി നമുക്ക് അതിൽ കട്ട് ചെയ്യാം. ഇവിടെ r സ്ക്വയറും r ക്യൂബും കട്ട് ചെയ്തു. ബാക്കി നമുക്കുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ, നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ എന്താണ്? μ0 I by 2r ആണ്. ആ 2r ഓക്കെ, അപ്പൊ നമുക്ക് ആ ടേമിലേക്ക് മാറ്റി എഴുതാം. അപ്പൊ ഞാൻ ഇവിടെ 2r എന്ന് എഴുതി. പിന്നെ ആരാ ബാക്കിയുള്ളത്? ഒരു 1/8 ബാക്കിയുണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ 16 മൈക്രോ ടെസ്ല ഡിവൈഡഡ് ബൈ 8. ദ ആൻസർ ഈസ് 2 മൈക്രോ ടെസ്ല ഈസ് ദ റൈറ്റ് ആൻസർ. therefore ഓപ്ഷൻ 3 which is 2. ഓപ്ഷൻ 3 എന്താണ്? 2 ആണ് ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ.